ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ തനത് കാർഷിക ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിന് നിരന്തര പരിശ്രമം നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി നിയമസഭാ സ്പീക്കറായി വിജേന്ദർ ഗുപ്തയെ തെരഞ്ഞെടുത്തു. ലഫ്റ്റനന്റ് ഗവർണർ നാളെ സഭയെ അഭിസംബോധന ചെയ്യും. സ്വതന്ത്ര വ്യാപാരം സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇന്ത്യ UK ധാരണ. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് നടപടികൾ വിലയിരുത്താൻ വ്യാഴാഴ്ച ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ന്യൂസിലൻഡിന് 237 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ തനത് കാർഷിക ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിന് കേന്ദ്ര സർക്കാർ നിരന്തര പരിശ്രമം നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ ഭാഗൽപൂരിൽ PM കിസാൻ പദ്ധതിയുടെ 19ാം ഗഡു ധനസഹായം വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, സംസ്കരണം, വിപണനം എന്നീ മേഖലകൾക്കും ഊന്നൽ നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. करीब 22,000 करोड़ रुपए एक क्लिक पर देश भर के किसानों के खाते में पहुंचे हैं. और जैसे ही अभी मैंने क्लिक दबाई, यहां भी कुछ लोगों की तरफ मेरी नजर गई. वो फटाफट अपने मोबाइल देख रहे थे कि पैसा आया कि नहीं आया, और तुरंत उनकी आंखों में चमक दिखाई देती थी. 22,700 കോടി രൂപയുടെ ധനസഹായമാണ് ഇന്ന് വിതരണം ചെയ്തത്. ബീഹാറിൽ കൃഷി, റെയിൽവേ ഉൾപ്പെടെയുള്ള മേഖലകളുടെ വികസനത്തിനായി 700 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെത്തി. അഡ്വാന്റേജ് അസം 2.0 നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഉച്ചകോടി അദ്ദേഹം നാളെ ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സംഘടനകൾ, വ്യവസായ പ്രമുഖർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി സമഗ്ര മാറ്റങ്ങളാണ് നടക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകാശ്മീരിൽ നിന്നുള്ള യുവാക്കൾ, കുട്ടികൾ എന്നിവരുമായി ന്യൂഡൽഹിയിൽ ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. दुनिया का सबसे बड़ा रेलवे ब्रिज ये 10 साल में कश्मीर में बन गया. पूरी दुनिया वो रेलवे ब्रिज देखने के लिए आपके यहाँ आएगी. आपको अच्छा लगा या नहीं लगा? जोर से बोलो, अच्छा लगा या नहीं लगा? ये 10 साल में पत्थरबाजी भी बंद हुई, बम धमाके भी बंद हुए, दहशतगर्दी भी बंद हुई, और आपकी स्कूल पूरा समय खुल गई. കശ്മീരിൽ നിന്ന് 250 പേരാണ് വതൻ കോ ജാനോ പരിപാടിയിൽ പങ്കെടുത്തത്. തൊഴിൽ നയങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള പരിശ്രമങ്ങളുടെ അടിത്തറയാണ് ഈ മേഖലയിലെ പരിഷ്കരണങ്ങളെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 74ാമത് സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047ഓടെ സ്ത്രീ തൊഴിൽ ശക്തിയുടെ 70% കൈവരിക്കുക എന്നതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ശ്രീ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. സ്വതന്ത്ര വ്യാപാരം സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇന്ത്യ UK ധാരണ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. UK തെരഞ്ഞെടുപ്പ് മൂലമാണ് FTA സംബന്ധിച്ച ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചതെന്നും സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാണെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇന്ന് തുടക്കമായി. മുഖ്യമന്ത്രി രേഖ ഗുപ്തയും 6 മന്ത്രിമാരും നിയമസഭാ സാമാജികരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. വിജേന്ദർ ഗുപ്ത സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നാളെ സഭയെ അഭിസംബോധന ചെയ്യും. മുൻ സർക്കാരിന്റെ പ്രവർത്തനം സംബന്ധിച്ച CAG റിപ്പോർട്ടുകൾ നാളെ സഭയിൽ വയ്ക്കുമെന്നാണ് സൂചന. ആദായനികുതി ബിൽ 2025 പരിശോധിക്കുന്നതിനുള്ള ലോക്സഭയുടെ സെലക്ട് കമ്മിറ്റി ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. BJP MP ബൈജയന്ത് പാണ്ഡെ അധ്യക്ഷനായ 31-അംഗ സമിതിയാണ് ബിൽ പരിശോധിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. പ്രതിരോധ മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സംബന്ധിച്ച് പുതിയ ഗവേഷണം ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി IITയുടെ 16ാമത് സ്ഥാപക ദിനാഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയെ ശാക്തീകരിക്കുന്നതിന് AIയുടെ വ്യാപനം ആവശ്യമാണ്. പ്രതിരോധ ഉൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാടിന്റെ വികസനത്തിനായി ജീവിതം മാറ്റിവെച്ച മികച്ച ഭരണാധികാരിയായിരുന്നു ജയലളിതയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. ആഗോള സമാധാനത്തിനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ സമാധാന പാലകരുടെ ആദ്യ സമ്മേളനത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന ദൌത്യങ്ങൾക്ക് ഏറ്റവും വലിയ സംഭാവന നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. India is proud of its contributions and association with UN peacekeeping, a commitment that spans decades. Since the 1950s, India has contributed over 290,000 peacekeepers across more than 50 missions. In fact, India remains the largest troop contributing country to this day. Currently, more than 5,000 Indian peacekeepers are deployed in 9 of the 11 active missions, often in challenging and hostile environments, with a singular focus, the advancement of global peace and security. നേരത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി വനിതാ സമാധാന പാലകരുടെ സംഘം കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു. ഈ മാസം 27-ന് തിരുവനന്തപുരത്താണ് യോഗം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗം അവലോകനം ചെയ്യും. കേരളത്തിൽ ആദ്യമായി ജില്ലാ ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ആദ്യമായി തിരുവനന്തപുരം, എറണാകുളം ജനറൽ ആശുപത്രികളിലും മലപ്പുറം, തിരൂർ ജില്ലാ ആശുപത്രിയിലുമാണ് ആരംഭിക്കുന്നത്. ICC പുരുഷ വിഭാഗം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ന്യൂസിലൻഡിന് 237 റൺ വിജയലക്ഷ്യം. നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിലാണ് ബംഗ്ലാദേശ് 236 റൺസ് എടുത്തത്. ടോസ് നേടിയ കിവീസ് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡ് ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 11 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 58 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ മത്സരം വിജയിച്ചാൽ ന്യൂസിലൻഡ് സെമി യോഗ്യത നേടും. കേരളത്തിലെ 28 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 65.83% പോളിംഗ്. നാളെയാണ് വോട്ടെണ്ണൽ. തെലങ്കാനയിൽ ശ്രീശൈലം കനാൽ തുരങ്കത്തിലെ രക്ഷാപ്രവർത്തകർ ദൌത്യം തുടരുന്നു. അപകടം നടന്ന് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്ത് എത്തിച്ചേരാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. 8 പേരാണ് തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ 16 കോടി രൂപ വരുന്ന ഏകദേശം 1 ലക്ഷത്തോളം ഉപകരണങ്ങൾ മുതിർന്ന പൌരന്മാരുടെ സഹായത്തിനായി ഇതുവരെ എത്തിച്ചു നൽകിയതായി കേന്ദ്ര സർക്കാർ. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ പവലിയൻ വഴി 21,000 മുതിർന്ന പൌരന്മാർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. അതേസമയം മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തുന്ന തീർത്ഥാടകർക്ക് ഇന്ത്യൻ റെയിൽവേ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഡിജിറ്റൽ ഓൺലൈൻ ഗെയിമിംഗ് മേഖലയിൽ ഇന്ത്യ ശ്രദ്ധേയമായ വളർച്ച കൈവരിക്കുന്ന പശ്ചാത്തലത്തിൽ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയവുമായി സഹകരിച്ച് ഇന്ററാക്ടീവ് എന്റർടൈൻമെന്റ് ആന്റ് ഇന്നൊവേഷൻ കൌൺസിൽ ഭാരത് ടെക് ട്രയംഫ് പ്രോഗ്രാം ആരംഭിച്ചു. ക്രിയേറ്റീവ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 1ാം പതിപ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടി അന്താരാഷ്ട്ര മേഖലയിൽ ഇന്ത്യയുടെ ഗെയിമിംഗ് കഴിവുകളെ തിരിച്ചറിയാനും പ്രദർശിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ ഇന്നവേറ്റർമാർക്ക് ആഗോളതലത്തിൽ അവസരമൊരുക്കുന്ന ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടിയായ വേവ്സ് 2025 വരെ പരിപാടി തുടരും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു UP വാരിയേഴ്സ് പോരാട്ടം. ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ ദ്വിദിന സമ്മേളനം അടുത്ത മാസം 4, 5 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കും. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റ ശേഷം സംഘടിപ്പിക്കുന്ന ആദ്യ സമ്മേളനമാണിത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ആധുനികവൽക്കരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ തനത് കാർഷിക ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിന് നിരന്തര പരിശ്രമം നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി നിയമസഭാ സ്പീക്കറായി വിജേന്ദർ ഗുപ്തയെ തെരഞ്ഞെടുത്തു. ലഫ്റ്റനന്റ് ഗവർണർ നാളെ സഭയെ അഭിസംബോധന ചെയ്യും. സ്വതന്ത്ര വ്യാപാരം സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇന്ത്യ UK ധാരണ. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് നടപടികൾ വിലയിരുത്താൻ വ്യാഴാഴ്ച ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ന്യൂസിലൻഡിന് 237 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.